നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ. നടപടി പുഷ്പ 2 പ്രീമിയറിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ ജൂബിലി ഹൗസിലെ വസതിയിലെത്തിയാണ് ഹൈദരാബാദ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. താരത്തിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി സംഘത്തിന്റെ ചുമതലയുള്ള ആൾക്കാർക്കെതിരെയും സിനിമ റിലീസ് ചെയ്ത സന്ധ്യ തിയേറ്റർ ഉടമകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അല്ലു അർജുനൊപ്പം ഉണ്ടായിരുന്ന ക്രൂവിനെയും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താരങ്ങൾ സിനിമയ്ക്ക് എത്തുന്നുണ്ടെങ്കിൽ തിയേറ്റർ ഉടമകളോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ വിവരം പോലീസിൽ അറിയിക്കണമായിരുന്നു. ഇതുണ്ടായില്ല. അവസാന നിമിഷമാണ് അറിയിച്ചതും. ആളുകൾ തിങ്ങിക്കൂടിയ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പ്രീ റിലീസിനിടെ അപ്രതീക്ഷിതമായി അല്ലു അർജുനും കുടുംബവും സംഘവും എത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ താരത്തെ കാണാൻ ജനം തടിച്ചുകൂടി. ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് 39-കാരി മരിച്ചതും. ഇവരുടെ 12 വയസ്സുള്ള മകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഡിസംബർ 4 രാത്രി 10:30 സംഭവം നടന്നതും. ഡിസംബർ 4 നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു അപകടം. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ രേവതിയാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഇവരുടെ മകൻ ശ്രീ തേജയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സാണ് അല്ലു അർജുനെ കസ്റ്റഡിയിലെടുത്തത്. ജൂബിലി ഹിൽസിലെ വസതിയിലെത്തിയാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അല്ലു അർജുന്റെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ് പ്രശ്നത്തിനിടയാക്കിയതെന്നും പോലീസ് പറയുന്നു. സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് ലാത്തി വീശേണ്ടി വന്നതെന്നും പോലീസ് പറയുന്നു. അല്ലു അർജുന് പുറമെ തിയേറ്റർ ഉടമയ്ക്കും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ എത്തുന്ന വിവരം ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചിരുന്നതായും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നതായും അല്ലു അർജുൻ കോടതിയെ അറിയിച്ചിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ക്രമസമാധാന പരിപാലനത്തിനായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ അല്ലു അർജുൻ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ സിനിമയിലെ എല്ലാ കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സ്വന്തമാക്കി മുന്നേറുകയാണ് അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2. കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തിയ മുതൽ ഓരോ ദിവസവും ചിത്രം നേടിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ റെക്കോർഡ് കളക്ഷനാണ്. കഴിഞ്ഞ ദിവസമാണ് ചിത്രം 1000 കോടി പിന്നിട്ടത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വേഗതയിൽ, അതായത് 6 ദിവസം കൊണ്ട് 1000 കോടി ക്ലബിലെത്തിയ ചിത്രമായി പുഷ്പ 2 മാറുകയായിരുന്നു. ഇപ്പോഴിതാ 7ാം ദിവസത്തെ കളക്ഷനും പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. 1000 കോടിയിലും നിൽക്കാതെ തന്നെ ചലിക്കുകയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ്. അതേസമയം റിലീസ് ദിനം മുതൽ ഇങ്ങോട്ട് തന്നെ പരിശോധിച്ചാൽ റിലീസിന് ശേഷം ചിത്രത്തിന് ഏറ്റവും കുറവ് കളക്ഷൻ ലഭിച്ചത് 7ാം ദിവസമായ ബുധനാഴ്ചയായിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 65 കോടി ഈ ദിവസം ചിത്രം നേടി. എന്നാൽ 2ാം വാരാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. ആദ്യ ദിനം 294 കോടി നേടിയ ചിത്രം 2ാം ദിനം 155 കോടിയും 3ാം ദിനമാകട്ടെ 172 കോടിയും 4ാം ദിനത്തിൽ 208 കോടിയും നേടിയിരുന്നു. 2021 പുറത്തിറങ്ങിയ പുഷ്പ ദി റൈസ് ആണ് അല്ലു അർജുൻ പാൻ ഇന്ത്യൻ റീച്ച് ആദ്യമായി നേടിക്കൊടുത്ത ചിത്രം. ഉത്തരേന്ത്യയിൽ വൻ വിജയമായ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം 100 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. അതിന് 10 മടങ്ങ് തിളക്കമുള്ള വിജയമാണ് പുഷ്പ 2 പാൻ ഇന്ത്യൻ തലത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.